വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം. ഏതൊരു മലയാളിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കൃതികൾ നിറഞ്ഞു നിൽക്കുന്നതോ പ്രണയവും വിരഹവും വിശപ്പും ദാഹവും ഒക്കെ തന്നെയാണ്. ഏതൊരു മലയാളിയുടെയും അല്ലെങ്കിൽ ഏതൊരു വായനക്കാരൻ്റെയും ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്ന കൃതികളാണ്. ആ രീതിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വൈഭവം എന്നുള്ളത് മറ്റൊരു കാഴ്ചയാണ്. ഓരോ ഓർമ്മദിനം കടന്നു പോകുമ്പോഴും വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാത്ത കേരളക്കരയില്ല. ഏതൊരു വായനക്കാരൻ്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അന്നും ഇന്നും എന്നും ഒരുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ബഷീറിൻ്റെ കൃതികളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെയും. ബാല്യകാല സഖി. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. പാത്തുമ്മയുടെ ആട്. ആടിന് വല്ലോ കൊടുത്താ വേണ്ടേ? അതിന് കഞ്ഞെള്ളം കൊടുത്തതാ. ആ ഇന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഇതെന്റെ ആട്, ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇവളെല്ലാം കട്ടുന്നത്ര. എന്നെ എനിക്കിതിന് പെരുത്തിഷ്ട. ഈ ആട്ടുംപാല് വിറ്റിട്ട് 5-6 ആള് കഴിയുന്നത്. എന്നാ എല്ലാരും കൂടി ഉണ്ട് പാല് കെട്ടി കുടിക്കും. ഞാൻ എന്താ ചെയ്യാ? പ്രേമലേഖനം. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്തിനെ എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുന്നു. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരേതരമായ ഒരു മറുപടിയിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ. മതിലുകൾ. ആരാണ് അവിടെ ചൂളടിക്കുന്നേ? ഞാനാ ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാ. 2.5 കൊല്ലം തടവ്. ഞാനിവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ